എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഭക്തി നമ്മൾ ദൈവത്തിൽ മുറുക്കി പിടിക്കുകയും ദൈവത്തെ അറിഞ്ഞു ജീവിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ഭക്തർ. പിന്നെ ഭക്തിയുള്ളവർ മറ്റുള്ളവർക്ക് ദാനകർമ്മങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഭക്തി എന്നാൽ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതോ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നതോ മോസ്കിൽ പോകുന്നതോ ഒന്നുമല്ല. ഹൃദയത്തിലാണ് നമ്മുടെ ഭക്തി ഇരിക്കുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിന് അലിവ് വേണം. ഈ അലിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുകയും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. എന്നാലുണ്ട് ഭക്തിമാർഗത്തിൽ കൂടെ പോകാം. അല്ലാതെ കുറേ ചന്ദനക്കുറിയൊക്കെ തൊട്ട് നമ്മളിങ്ങനെ പോയിട്ട് കള്ളത്തരവും അതും ഇതുമൊക്കെ ചെയ്യുമ്പം എന്തോ വിചാരിക്കും. പക്ഷേ ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി ഉണ്ടെങ്കിലുള്ളൂ ഈ കലിയുഗത്തിൽ ഭക്തിയാണ് ഏറ്റവും നല്ല ഔഷധം. അത് നമ്മൾ ഭക്തിമാർഗത്തിൽ കൂടെ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകണം. പക്ഷേ ഹൃദയത്തിലും ഒരു ദേവാലയമുണ്ട്. ഈ ദേവാലയം നമ്മുടെ നല്ലപോലെ നമ്മൾ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ അടുപ്പിക്കുക. നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. അപ്പം ഭക്തി താനേ വരും. അല്ലാതെ കുറേ നമ്മൾ ഓരോരോ സ്ഥലത്തുകൂടെ ഇങ്ങനെ ഓടി നടന്ന് പോകേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി നമ്മൾ വഴിപാട് കഴിക്കുക. അതാണ് ഏറ്റവും നമ്മുടെ ഹിന്ദുക്കളായാലും അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിക്കുക. അപ്പോൾ നമുക്ക് ഉയർച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഭക്തി എന്നാൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല. മറ്റുള്ളവർ ഗുരുവായൂർക്ക് പോയെങ്കിൽ നമ്മൾ കൊട്ടിയൂർ പോകേണ്ട കാര്യമുണ്ടോ? അത് ഭക്തി നമ്മൾ ആരെയും കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രാർത്ഥിക്കുക. കാശുള്ളവർ കൊട്ടിയൂർ പോയി നമ്മൾ ഗുരുവായൂർക്കും പോകുക, അങ്ങനെ പോകേണ്ട കാര്യമില്ല. മറ്റുള്ളവർ ആനയെ മേടിച്ചത് നമുക്ക് ആനയെ മേടിക്കാനുള്ള ഇതില്ല. അപ്പം നമ്മൾ നമ്മുടെ മനസ്സുരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഏത് ദൈവത്തോടാണോ ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സമയവും നല്ലതാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ രക്ഷപ്പെടുവാനും നമുക്ക് നല്ല 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 കാര്യങ്ങൾ നമ്മളെ തേടി വരാനും നമുക്ക് അർഹതപ്പെട്ടവരാണ്. ഭക്തി എന്നാൽ നമ്മൾ കപടഭക്തി കാണിക്കരുത്. ഭക്തി എന്നാൽ മറ്റുള്ളവർ ഭക്തി കാണിക്കുക. അതിനേക്കാളും മേലെ ഞാൻ 2, 3, 4, 5 ചന്ദനക്കുറി വരച്ചേക്കാമെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഭക്തി എന്നാൽ നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സ് നമ്മൾ മറ്റുള്ളവർക്ക് നമുക്ക് നന്മകൾ ചെയ്യുകയും മറ്റുള്ളവരോട് ദയയായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതാണ് ഭക്തി. ദാനധർമ്മങ്ങൾ ചെയ്യുക, വിശക്കുന്നവൻ ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കുക, ഒരു ധർമ്മക്കാരനോ ആരെങ്കിലും വരുവാനോ ഒരു 10 രൂപ നേർച്ച പുള്ളിക്കാരന് കൊടുക്കുക. അതൊക്കെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തോട് നമ്മൾ ഏത് ദൈവത്തെയാണോ വിളിച്ച് നമ്മുടെ ഉള്ളിലോട്ട് നമ്മളെ ആവാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കുക. അല്ലാതെ നമ്മൾ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് നേരെ വിപരീതമാണ് കാണിക്കുന്നതെങ്കിൽ അത് ഭക്തി എന്താവും? ഒന്നും ആകത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ പോകുക. ഫലമൊക്കെ താനേ വന്നോളും. ഭക്തി എന്നാൽ മനസ്സിലാണ്. മനസ്സ് ശുദ്ധമാണെങ്കിൽ ഒരു ദൈവവും നമ്മളെ കൈവിടത്തില്ല. മനസ്സ് ശുദ്ധമല്ല, അശുദ്ധമാണെങ്കിൽ നമുക്ക് മനസ്സ് കലങ്ങി കിടക്കുവാണെങ്കിൽ നമുക്കത് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഭക്തി കപടഭക്തി ആകരുത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ നേരെ വാ നേരെ പോ എന്നുള്ള ആ പോളിസിയാണ് എടുക്കേണ്ടത്. ദൈവത്തിലാണേലും നമ്മൾ മനുഷ്യരോടാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ പോകുക. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ എളിയ വാചകം ഞാനിവിടെ നിർത്തുന്നു. ഭക്തിയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
എന്നോട് നേരിട്ട് പറയാം.